അപ്പോൾ ടെമ്പസ്റ്റിൻ്റെ കഥ ഒരു ഫാൻറ്റസി സ്റ്റോറീസൊക്കെ കേൾക്കുന്ന പോലെ നല്ല രസമായിട്ട് നമുക്ക് കേൾക്കാം. അങ്ങനത്തെ ഒരു കഥയാണ്. ഈ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള കഥകളെ പോലെ തന്നെ, ഫാൻറ്റസി സ്റ്റോറീസിനെ പോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് ടെമ്പസ്റ്റിൻ്റെ കഥ എന്ന് പറയുന്നത്. കഥ എന്ന് വെച്ചാൽ ആ ഒരു നാടകത്തിൻ്റെ ഒരു സമ്മറി എന്നൊക്കെ പറയാം. അതൊരു കഥ പോലെ പറയാണ്. അപ്പോൾ ആദ്യം കഥ തുടങ്ങുന്നത് തന്നെ ഒരു ഐലൻഡിൽ നിന്നാണ്. ഈ ടെമ്പസ്റ്റിൻ്റെ ഒരു മൂവി യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഐലൻഡൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഐലൻഡ് ഉണ്ട് ദൂരെ, ഒരു സീൽ അല്ലെങ്കിൽ ഒരു സമുദ്രത്തിൽ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ ഒരു വിച്ച് ഉണ്ട്. ആ വിച്ചിൻ്റെ പേര് സിക്കോറെക്സ് എന്നാണ്. പിന്നെ സിക്കോറെക്സ് എന്നൊക്കെ പറയാം. സിക്കോറെക്സ് എന്നാണ് ആ ഒരു വിച്ചിൻ്റെ പേര്. ചന്ദ്രനെ വരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ, അതായത് അവൾക്ക് വളരെയധികം നിയന്ത്രണശേഷിയുണ്ട് എന്നുള്ള കാരണത്താൽ തന്നെ സിക്കോറെക്സിന് അൽജിയേഴ്സിൽ നിന്നും ആ ഒരു ദ്വീപിലേക്ക്, ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ദ്വീപിലാണ് ഈ കഥ നടക്കുന്നത് തന്നെ, ആ ഒരു ദ്വീപിലേക്ക് സിക്കോറെക്സിനെ നാട് കടത്തുകയാണ് ചെയ്യുന്നത്. അൽജിയേഴ്സ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. അവളെ നാവികരാണ് അവിടെ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നത്. അവൾ ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു കാരണത്താൽ തന്നെ അവളെ മരണത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ആ ദ്വീപിൽ ഉപേക്ഷിച്ച് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നുണ്ട്. ആ ഒരു കുട്ടിയുടെ പേര് കാലിബൻ എന്നാണ്. കാലിബൻ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്യാരക്ടർ. സിക്കോറാക്സ് എന്ന് പറയുന്ന ഒരു വിച്ചും ആ ഒരു വിച്ചിൻ്റെ മകനായിട്ടുള്ള കാലിബൻ എന്ന് പറയുന്ന ഒരു രാക്ഷസ രൂപിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. അതായത് ഹാഫ് ഹ്യൂമൺ ഹാഫ് മോൺസ്റ്റർ എന്നൊക്കെ പറയാം. പകുതി ഹ്യൂമണാണ്, ബാക്കി ഹാഫ് മോൺസ്റ്ററിൻ്റെ, അതായത് ഒരു രാക്ഷസൻ്റേതായിട്ടുള്ളൊരു പൈശാചികമായിട്ടുള്ള ഒരു രൂപമാണ് അയാൾക്കുള്ളത്. പൈശാചികം എന്ന് വെച്ചാൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രാക്ഷസ രൂപമാണ് അയാൾക്കുള്ളത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ കാലിബനെ പൈശാചിക ദൈവമായിട്ടുള്ള സെറ്റബോസിനെ ആരാധിക്കാൻ സിക്കോറാക്സ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവൾ ചെയ്യുന്നത് ആ ദ്വീപിലുള്ള ആത്മാക്കളെ അടിമകളാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കഥയിലല്ല ഈ ഒരു നാടകത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നാടകം വായിക്കുമ്പോൾ അതിൻ്റെ ആക്ട് 5 ആണല്ലോ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് വായിക്കുമ്പോൾ തന്നെ ഏരിയൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിൽ കാണാം. അത് ഒരു ആത്മാവാണ്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സിക്കോറാക്സ് ആത്മാക്കളെ അടിമകളാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ദ്വീപിൽ വന്നതിന് ശേഷം. അതിലൊരു ആത്മാവിൻ്റെ പേരാണ് ഏരിയൽ എന്ന് പറയുന്നത്. ഏരിയൽ വളരെയധികം അതായത് ഒരു ആത്മാവെന്ന നിലയ്ക്ക്, അതായത് അവൾ ഈ പറയുന്ന സിക്കോറാക്സിൻ്റെ അടിമയാണ് ഏരിയൽ. അപ്പോൾ വളരെയധികം അനുസരണശീലത്തോടു കൂടി സിക്കോറാക്സിൻ്റെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ചെയ്തില്ല എന്നുള്ളൊരു കാരണത്തിൽ, അനുസരണക്കേട് കാട്ടി എന്നുള്ളതിനാൽ തന്നെ ഏരിയലിനെ സിക്കോറാക്സ് ഒരു പൈൻ മരത്തിൽ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സിക്കോറാക്സ് തടവിലാക്കാൻ കാരണം ഏരിയൽ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല എന്നുള്ളൊരു കാരണത്താൽ തന്നെ ആ ഒരു ആത്മാവിനെ, അവൾക്ക് ആത്മാക്കളെ നിയന്ത്രിക്കാനും ചന്ദ്രനെ വരെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ആളാണ് സിക്കോറാക്സ്. അപ്പോൾ സിക്കോറാക്സ് പറയുന്നത് കേട്ടില്ല, അനുസരിച്ചില്ല എന്നുള്ള ആ ഒരു കാരണത്താൽ തന്നെ ഏരിയലിനെ പൈൻ മരത്തിൽ തടവിലാക്കുന്നു. അതൊരു ആത്മാവാണ്. ഒരു സിനിമയിൽ നമുക്ക് ഒരു നീല നിറത്തിലുള്ള, നീലയും വെള്ളയും കലർന്നൊരു നിറത്തിലുള്ളൊരു പുക പോലത്തെ ഒരു രൂപമായിട്ട് ആ ഒരു ഏരിയലിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സിക്കോറാക്സ് മരിച്ചു പോയിരിക്കുകയാണ്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സിക്കോറാക്സ് മരിക്കുന്നു. സിക്കോറാക്സിൻ്റെ മരണശേഷം മകനായിട്ടുള്ള കാലിബനും അതേപോലെ ഏരിയലുമാണ് ദ്വീപിൽ അവശേഷിക്കുന്നത്. ഏരിയൽ എന്ന് പറയുന്ന ആത്മാവും സിക്കോറാക്സിൻ്റെ മകനായ കാലിബനും ആണ് ആ ഒരു ദ്വീപിൽ അവശേഷിക്കുന്നത്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കഥയിലെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള പ്രോസ്പെറോ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കഥയിൽ, അതായത് ഈ ദ്വീപിലേക്ക് പ്രോസ്പെറോ എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ, അല്ലെങ്കിൽ ഒരു നാടകത്തിലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കഥ എന്ന് പറയുന്നതിൻ്റെ സമ്മറിയിലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ നാടകത്തിൽ അതിനൊരു സ്റ്റോറി ഉണ്ടാവുമല്ലോ അതിന്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, കഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സിക്കോറാക്സിന് മരണശേഷം കാലിബനും അതേപോലെ ഏരിയലുമാണ് ആ ഒരു ദ്വീപിൽ അവശേഷിക്കുന്നത്. പിന്നീട്
പ്രോസ്പെറോ എന്ന് പറയുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് പ്രോസ്പെറോ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളുടെ സുന്ദരിയായ മകളായിട്ടുള്ള മിറാൻഡയും എത്തിച്ചേരുകയാണ്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ദേവതയുടെ പോലത്തെ ഒരു സൗന്ദര്യമാണ് ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. മിറാൻഡ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സൊക്കെയാണ് ആ കുട്ടി ആ ദ്വീപിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജാവാണ് ഈ പറയുന്ന പ്രോസ്പെറോ. അയാളുടെ കുട്ടിയാണ് മിറാൻഡ. അവൾ ആ ഒരു പ്രായത്തിൽ തന്നെ അതീവ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഒരു 3 വയസ്സ് ഒക്കെയാണ് അവൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പ്രോസ്പെറോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ പ്രോസ്പെറോ ആണ് നമ്മുടെ ഈ ഒരു നാടകത്തിലെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊട്ടാഗനിസ്റ്റ് വെച്ചാൽ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. പ്രോസ്പെറോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സകലവിധ മന്ത്രജാല വിദ്യകളും പ്രോസ്പെറോന് അറിയാം. എല്ലാ വിധത്തിലുള്ള മന്ത്രവിദ്യകളും പ്രോസ്പെറോയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ പ്രോസ്പെറോ വന്നതിന് ശേഷം പ്രോസ്പെറോ ഈ ആത്മാവായിട്ടുള്ള ഏരിയലിനെ മോചിപ്പിക്കുന്നുണ്ട്. അതാണ് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രോസ്പെറോ ഏരിയലിനെ മോചിപ്പിക്കുന്നു. അപ്പോൾ ഏരിയലിനെ പ്രോസ്പെറോ മോചിപ്പിച്ചു എന്നുള്ള കാരണത്താൽ തന്നെ ഏരിയലിനൊരു ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ പ്രോസ്പെറോയെ സേവിക്കണം. ഈ സിക്കോറാക്സ് പൈൻമരത്തിൽ തടവിലാക്കി വെച്ചതിൽ നിന്ന് ഏരിയലിനെ മോചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് നന്ദി പ്രകടിപ്പിക്കാൻ എന്ന വണ്ണം ഏരിയലിനോട് പ്രോസ്പെറോ തന്നെ സേവിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് പറയുന്നത്, നിനക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നൊരു വാഗ്ദാനം ഏരിയലിന് കൊടുത്തിട്ട്, പിന്നീട് സ്വാതന്ത്ര്യം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകാം, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പ്രോസ്പെറോ ഏരിയലിന് വാക്ക് കൊടുത്തിരുന്നു. കാലിബൻ ആ ഒരു സ്ഥലത്തുള്ള, അതായത് ആ ഒരു ദ്വീപിലുള്ള ആളായതുകൊണ്ട് തന്നെയും കാലിബൻ ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ തന്നെയും പ്രോസ്പെറോയും മിറാൻഡയും ഒക്കെ അനുസരിച്ച് ആ ഒരു ദ്വീപിൽ പ്രോസ്പെറോയുടെ ഒരു സ്ലേവായിട്ട് ജീവിക്കേണ്ടി വരികയാണ് കാലിബന്. ഇത്രയാണ് ഈ ഒരു ദ്വീപിൻ്റെ നിലവിലുള്ള അവസ്ഥ. ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന പ്രോസ്പെറോ, അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള മിറാൻഡ, സിക്കോറാക്സ്, മരിച്ചുപോയ സിക്കോറാക്സിൻ്റെ മകനായിട്ടുള്ള കാലിബൻ, അതേപോലെ ഏരിയൽ എന്ന് പറയുന്ന ആത്മാവ്, ഇവരെല്ലാവരും ഒരു ഗുഹയിൽ താമസിച്ച് വരികയാണ്. ഇതിന് കഥയിൽ സെല്ലെന്നൊക്കെയാണ് പറയുന്നത്. CELL, സെല്ലെന്നാണ് അതിൽ പറയുന്നത് കഥയിലല്ല, നാടകത്തിൽ. ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകത്തിന് നമ്മൾ ടെക്സ്റ്റിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുന്നത് ബിഫോർ ദ സെൽ ഓഫ് പ്രോസ്പെറോ എന്നാണ്. അപ്പോൾ സെല്ലെന്ന് പറയുന്നത് ഇതിനെയാണ്, ഒരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പിനാണ് ഈ സെല്ലെന്ന് പറയുന്നത് എന്നാണ് നമ്മൾ ഗൂഗിളിൽ തരുമ്പോൾ നമുക്ക് കാണുന്നത്. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സെല്ലെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം പ്രോസ്പെറോ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ നാട്ടുകാരും ബന്ധുക്കളുമായിട്ടുള്ള ഒരു രാജകുടുംബം, എന്നുവെച്ചാൽ ഇദ്ദേഹം രാജകുടുംബത്തിലുള്ള ആളാണല്ലോ. അപ്പോൾ തൻ്റെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അടങ്ങുന്ന ഒരു രാജകുടുംബം ഈ ഒരു ദ്വീപിനിങ്ങനെ ചുറ്റി ഒരു കപ്പൽ എന്നൊക്കെ പറയാം, അതിലിങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടെന്ന് പ്രോസ്പെറോയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ പ്രോസ്പെറോ ആരാന്ന് വെച്ചാൽ, പ്രോസ്പെറോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജാവാണ്. ഈ പ്രോസ്പെറോൻ്റെ രാജ്യം എന്ന് പറയുന്നത് മിലൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. മിലൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു രാജാവായിരുന്നു പ്രോസ്പെറോ. എന്തൊക്കെയോ കാരണങ്ങളാൽ പ്രോസ്പെറോ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇനി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ രാജാവില്ലല്ലോ മിലൻ നഗരത്തിൽ. അപ്പോൾ അതിന് പകരം മിലൻ നഗരത്തിൽ പ്രോസ്പെറോയ്ക്ക് പകരം രാജാവായിട്ട് അല്ലെങ്കിൽ പ്രഭുവായിട്ടുണ്ടായിരുന്ന ആൻറ്റോണിയോ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് പ്രോസ്പെറോയ്ക്ക് പകരമായിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തി പ്രോസ്പെറോയുടെ സഹോദരനാണ്. അപ്പോൾ അടുത്ത ക്യാരക്ടറാണ് ആൻറ്റോണിയോ. പ്രോസ്പെറോയുടെ സഹോദരനായിട്ടുള്ള ആൻറ്റോണിയോ എന്ന് പറയുന്ന പ്രഭുവാണ് അവിടെ ഉള്ളത്, ആ ഒരു കപ്പലിൽ ഉള്ളത്. ആ കപ്പലിൽ കുറേ പേരുണ്ട്. അതിൽ ആദ്യത്തെ ആളാണ് പ്രോസ്പെറോയുടെ സഹോദരനും പ്രോസ്പെറോയ്ക്ക് ശേഷം ഇപ്പോൾ മിലൻ എന്ന് പറയുന്ന നഗരത്തിൻ്റെ രാജാവായിട്ടുള്ള ആൻറ്റോണിയോയും ആണ് ആ ഒരു കപ്പൽ. ആൻറ്റോണിയോ ആണ് ആ കപ്പലിലുള്ളത്. പിന്നെ അതാണ് ആദ്യത്തെ ആൾ പറയുന്നത്. പിന്നെയുള്ളത് നേപ്പിൾസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെ രാജാവായിട്ടുള്ള അലൻസോ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ആ കപ്പലിലുണ്ട്. അതേപോലെ അലൻസോയുടെ സഹോദരനായിട്ടുള്ള സെബാസ്റ്റ്യൻ എന്ന് പറയുന്നൊരു വ്യക്തി ആ കപ്പലിലുണ്ട്. അലൻസോയുടെ സഹോദരനായിട്ടുള്ള സെബാസ്റ്റ്യനും അലൻസോയുടെ മകനായിട്ടുള്ള ഫെർഡിനൻഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കഥയിലേക്ക് കടന്നു വരുന്നു. അലൻസോയ്ക്ക് ഒരു സഹോദരനുണ്ട്, ഒരു മകനുണ്ട്. ഇവർ രണ്ടുപേരും അലൻസോയ്ക്കൊപ്പം ഇവർ രണ്ടുപേരും ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആൻറ്റോണിയോ എന്ന് പറയുന്ന മിലൻ നഗരത്തിൻ്റെ പ്രഭുവായിട്ടുള്ള ആൻറ്റോണിയോയും നേപ്പിൾസിലെ രാജാവായിട്ടുള്ള അലൻസോയും അയാളുടെ മകനായിട്ടുള്ള ഫെർഡിനൻഡും അലൻസോയുടെ സഹോദരനായിട്ടുള്ള സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഒരാൾ കൂടിയുണ്ട്, വൃദ്ധനായിട്ടുള്ള ഗൊൺസാലോ എന്ന് പറയുന്ന ഒരാൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വൃദ്ധനായിട്ടുള്ള ഒരു ഗൊൺസാലോ എന്ന് പറയുന്ന അയാൾ വേറെ ആരുമല്ല, ഇവരുടെ ഒരു ഉപദേശകൻ, ഒരു അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് ഇവരുടെ കൂടെ ഉള്ളതാണ്. അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് ഗൊൺസാലോ. പിന്നെ 2 പേര് കൂടിയുണ്ട്, കോർട്ട് മെമ്പേഴ്സാണ്. ഇവരുടെ കൂടെയുള്ള 2 പേരാണ് സ്റ്റീഫാനോ ട്രിങ്കുലോ എന്ന് പറയുന്ന 2 പേര് ഇവരുടെ കൂടെ ഉണ്ട്. അവരൊരു കോർട്ട് മെമ്പേഴ്സ് എന്നാണ് ഇതിൽ കഥയിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ഒരു കോർട്ട് മെമ്പേഴ്സാണ് അവർ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് ആ കപ്പലിൽ ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ, ആൻറ്റോണിയോ എന്ന് പറയുന്ന പ്രോസ്പെറോയുടെ സഹോദരനും ഇപ്പോൾ മിലൻ നഗരത്തിൻ്റെ പ്രഭുവുമായിട്ടുള്ള ആൻറ്റോണിയോ, നേപ്പിൾസിലെ രാജാവായിട്ടുള്ള അലൻസോ, അയാളുടെ സഹോദരൻ സെബാസ്റ്റ്യൻ, അയാളുടെ മകൻ ഫെർഡിനൻഡ്, വൃദ്ധനായ ഗോൺസാലോ, പിന്നെ ഇവരുടെ കോർട്ട് മെമ്പേഴ്സായിട്ടുള്ള സ്റ്റീഫാനോയും ട്രിങ്കുലോയും, ഇത്രയും പേരാണ് ആ ഒരു കപ്പലിലുള്ളത്. അപ്പം ഇത് ആർക്ക് മനസ്സിലാവുന്നു? നമ്മുടെ പ്രോസ്പെറോയ്ക്ക് മനസ്സിലാവുന്നു. അപ്പോൾ പ്രോസ്പെറോയ്ക്ക് ആൻറ്റോണിയോ എന്ന് പറയുന്നത് എൻ്റെ സഹോദരനോട് എന്തൊരു പ്രതികാരമുണ്ട്. ആ പ്രതികാരം കൊണ്ട് തന്നെ, ആൻറ്റോണിയോടുള്ള എന്തൊക്കെയോ ഒരു പ്രതികാരം കൊണ്ട് തന്നെ പ്രോസ്പെറോ കടലിലൊരു ടെമ്പസ്റ്റ് അഥവാ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് കപ്പലിൽ തിരമാലകൾ അടിക്കുകയും കപ്പലിങ്ങനെ ആടി ഒലയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം കപ്പലിനെ മണ്ണിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കപ്പൽ മണ്ണിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ കപ്പലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായതും ആ കപ്പലിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ചാൽ കടലിലേക്ക് ചാടി ദ്വീപിലേക്ക് നീന്തി കയറുന്നുണ്ട്. അപ്പോൾ ആ കപ്പൽ മണ്ണിൽ ഉറച്ചു പോയി. അപ്പോൾ എല്ലാവരും ആ ഒരു ദ്വീപിലേക്ക്, കപ്പലിൽ നിന്ന് ചാടി ദ്വീപിലേക്ക് നീന്തി കയറുകയാണ് ചെയ്യുന്നത്. അപ്പം മിറാൻഡ എന്ന് പറയുന്ന പെൺകുട്ടി ഇതൊക്കെ കണ്ട് ഭയന്ന് നിൽക്കുന്നത് എന്താ സംഭവം എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ ഭയന്ന് നിൽക്കുന്നുണ്ട്. പ്രോസ്പെറോനോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊരു കൊടുങ്കാറ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിറാൻഡയോട് പ്രോസ്പെറോ അവിടെ വെച്ച് തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കഥ പറയുകയാണ്. പ്രോസ്പെറോ മിറാൻഡയുമായിട്ട് ഈ ഒരു ദ്വീപിലേക്ക് വരുമ്പോൾ മിറാൻഡയ്ക്ക് വെറും 3 വയസ്സാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് ആ കഥകളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവൾക്കതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇനി പ്രോസ്പെറോ ചെയ്യുന്നത്. മിലാനോ രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ഈ പറയുന്ന പ്രോസ്പെറോ. അയാൾക്ക് വളരെയധികം മാന്ത്രികത അല്ലെങ്കിൽ മാജിക്കിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. ഒരു മജീഷ്യൻ ആവണം എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു മാജിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്താൽ നടന്നിരുന്ന ഒരാളായിരുന്നു പ്രോസ്പെറോ. മിലാനോ രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള അയാൾ നമ്മുടെ ഈ പ്രോസ്പെറോ ഒരു മാന്ത്രികതയിൽ വളരെയധികം ആവേശമുള്ള ഒരാളായിരുന്നു. അങ്ങനെ മാന്ത്രികതയെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ മാജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു പുസ്തകക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോസ്പെറോയുടെ സഹോദരനായിട്ടുള്ള ആൻറ്റോണിയോയോട് ഇത് പറയുകയാണ്, എനിക്ക് മാജിക്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അപ്പോൾ ഞാൻ ഈ രാജ്യഭരണം നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റോണിയോയെ രാജ്യഭരണം ഏൽപ്പിച്ചുകൊണ്ട് പ്രോസ്പെറോ തൻ്റെ പുസ്തകക്കെട്ടുമായിട്ട് ഇങ്ങനെ ഇരുന്ന് മാജിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പ്രോസ്പെറോ രാജ്യകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആൻറ്റോണിയോയ്ക്ക് ആ രാജ്യം തൻ്റെ കൈക്കലാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആൻറ്റോണിയോ പ്രോസ്പെറോനെ ഒഴിവാക്കിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ രാജാവായി ജീവിക്കാൻ, അല്ലെങ്കിൽ രാജാവായിട്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അതിമോഹം വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രോസ്പെറോനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതാണ് അടുത്ത ആവശ്യം. പ്രോസ്പെറോനെ ഒഴിവാക്കാനായിട്ട് പ്രോസ്പെറോയെയും അയാളുടെ 3 വയസ്സുള്ള കുഞ്ഞിനെയും കൈകാലുകൾ കെട്ടി ഒരു വഞ്ചിയിൽ ഇയാൾ ഒഴുക്കി വിടുന്നുണ്ട്. ഒരു അർദ്ധരാത്രി സമയത്ത് പ്രോസ്പെറോയെയും അതേപോലെ അയാളുടെ കുട്ടിയെയും കൈകാലുകൾ കെട്ടി ഒരു വഞ്ചിയിൽ ഒഴുക്കി വിടാൻ ഇയാൾ ഗൊൺസാലോ എന്ന് പറയുന്ന നേരത്തെ ആ ഒരു വൃദ്ധനുണ്ടല്ലോ അയാളോട് പറയുന്നു. ഗൊൺസാലോ കുറച്ച് ദയവുള്ളൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട അത്യാവശ്യം ഭക്ഷണവും അതേപോലെ ഈ പറഞ്ഞ മാന്ത്രിക പുസ്തകക്കെട്ടൊക്കെ ആ ഒരു കപ്പലിൽ അയാൾ വെക്കുന്നുണ്ട്. കപ്പലല്ല, ഒരു വഞ്ചിയിൽ അയാൾ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ ഇങ്ങനെ അർദ്ധരാത്രി കൈകാലൊക്കെ കെട്ടി ഒഴുക്കി വിടുന്നത്. അങ്ങനെ ഒഴുകി ഇവരെത്തിച്ചേരുന്നത് ഈ ഒരു ദ്വീപിലാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ദ്വീപിൽ എത്തിപ്പെടുന്നതിന് ശേഷം അവിടെ ഈ പറയുന്ന മിറാൻഡ വലിയൊരു കുട്ടിയാണ്, ഇപ്പോൾ ഒരു 10-17 ഒക്കെ വയസ്സൊക്കെ ഉള്ള ഒരു വലിയൊരു കുട്ടിയായിട്ട് അവളൊരു വലിയൊരു പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുവരെ ഇത്രയും വർഷം പ്രോസ്പെറോയും മിറാൻഡയും അവിടെയാണ് താമസിച്ചിരുന്നത്.
അപ്പം നിൻ്റെ ചെറിയച്ഛനായിട്ടുള്ള ആൻറ്റോണിയോ നമ്മളെ ഇങ്ങനെ ഒരു ദ്രോഹം, നിൻ്റെ ചെറിയച്ഛനായിട്ടുള്ള മിറാൻഡോട് പ്രോസ്പെറോ പറയണം, നിൻ്റെ ചെറിയച്ഛനായിട്ടുള്ള ആൻറ്റോണിയോ നമ്മളോട് ഇത്രയും മോശമായിട്ടുള്ള ഒരു ദ്രോഹപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അവനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ കപ്പലിലുള്ളവരൊക്കെ വെറുതെ അതുവഴി വന്നതല്ല. അവർ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, അലൻസോയുടെ മകൾ, അലൻസോ എന്ന് പറയുന്ന രാജാവിൻ്റെ മകളെ, നേരത്തെ പറഞ്ഞല്ലോ നേപ്പിൾസിലെ രാജാവാണ് അലൻസോ, നേപ്പിൾസ് എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവാണ്. അപ്പോൾ അലൻസോയുടെ മകളുടെ കല്യാണം അവരൊരു സംതിങ്ങിലേക്കാണ്, അങ്ങനെ ഒരു ആഫ്രിക്കയിലേക്കാണ് അവർ കെട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അലൻസോയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ്, മടങ്ങി വരുന്ന വഴിക്കാണ് ഈ ഒരു കപ്പലപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ആ കപ്പലിനുള്ളിൽ. അപ്പോൾ കപ്പലപകടം ഉണ്ടായതല്ല, കപ്പലിൻ്റെ അപകടം പ്രോസ്പെറോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നിൻ്റെ ചെറിയച്ഛനായിട്ടുള്ള ആൻറ്റോണിയോയെ അവസാനം എനിക്ക് കൈ കിട്ടിയിരിക്കുകയാണ് എന്ന് പ്രോസ്പെറോ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഈ ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ, ഫെർഡിനൻഡ് എന്ന് പറയുന്ന അലൻസോയുടെ മകനാണ് ഫെർഡിനൻഡ്. ഫെർഡിനൻഡ് കരയ്ക്കടിയുന്നുണ്ട്, കരയിലെത്തുന്നുണ്ട്. ഫെർഡിനൻഡ് എങ്ങനെയൊക്കെയോ നീന്തി കയറി കരയിലേക്ക് എത്തുന്നുണ്ട്. അലൻസോ എന്ന് പറയുന്ന നേപ്പിൾസിലെ രാജാവിൻ്റെ മകനാണ് ഫെർഡിനൻഡ്. അയാൾ എങ്ങനെയൊക്കെയോ കരയ്ക്ക് എത്തുന്നു. ഫെർഡിനൻഡ് ഇങ്ങനെ കരയിലൂടെ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇയാൾ മിറാൻഡയെ കാണുന്നത്. മിറാൻഡ ആകപ്പാടെ കണ്ടിട്ടുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആകപ്പാടെ കണ്ടിട്ടുള്ള പ്രോസ്പെറോനെയാണ്. കാരണം അവിടെ ഉള്ളത് ആകപ്പാടെ ഏരിയയിലൊരു ആത്മാവാണ്. പിന്നെ ഉള്ളത് കാലിബനാണ്. കാലിബൻ ഒരു പകുതി മനുഷ്യനും പകുതി ആത്മാവളെ കണ്ടാൽ ഒരു രാക്ഷസൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വന്തം അച്ഛനെ മാത്രമാണ് മിറാൻഡ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് വളരെ സുന്ദരനായ മറ്റൊരു പുരുഷനെ മിറാൻഡ കാണുന്നത്. അതേ സമയത്ത് ഫെർഡിനൻഡും അതീവ സുന്ദരിയായ പ്രോസ്പെറോൻ്റെ മകളായിട്ടുള്ള ഈ മിറാൻഡയെ കണ്ട്, അതീവ സുന്ദരിയായിട്ടുള്ള മിറാൻഡയെ കണ്ട് ഇങ്ങനെ ബോധം കെട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആദ്യ നോട്ടത്തിൽ തന്നെ പ്രണയത്തിൽ വീഴുന്നുണ്ട്. ഇതും ഈ പറയുന്ന പ്രോസ്പെറോയുടെ ഒരു മാജിക്കാണ്. അയാളൊരു മജീഷ്യൻ ആയതുകൊണ്ട് തന്നെ അയാൾ നേരത്തെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതുപോലെ ഫെർഡിനൻഡിനെയും മിറാൻഡയും പ്രണയത്തിൽ വീഴ്ത്തിയതും അയാളുടെ ഒരു മാജിക്കാണ്. കാരണം എന്താ വെച്ചാൽ, ഫെർഡിനൻഡ് നേപ്പിൾസിലെ യുവരാജാവാണ്. അതായത് നേപ്പിൾസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള അലൻസോയുടെ മകനാണല്ലോ ഫെർഡിനൻഡ്. അപ്പോൾ അലൻസോയുടെ മരണശേഷം ഫെർഡിനൻഡാണ് നേപ്പിൾസിൻ്റെ രാജാവാൻ പോകുന്നത്. അപ്പോൾ അത്രയും വലിയൊരു യുവരാജാവിനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള പ്രോസ്പെറോയുടെ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു മാജിക് ട്രിക്ക്, ഇവർ രണ്ടുപേരെയും പ്രണയത്തിൽ വീഴ്ത്തുന്ന ഒരു മാജിക് ട്രിക്ക് പ്രോസ്പെറോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷേ പ്രോസ്പെറോയ്ക്ക് എങ്ങനെ ഫെർഡിനൻഡിനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന പ്രോസ്പെറോയെ ഫെർഡിനൻഡ് അയാളുടെ ആത്മാർത്ഥത, അതായത് ഫെർഡിനൻഡിൻ്റെ ആത്മാർത്ഥത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്പെറോ ചില വളരെയധികം ഹീനമായിട്ടാണ് അതായത് വളരെയധികം ക്രൂരമായിട്ടാണ് അയാളോട് പെരുമാറുന്നത്. വളരെ ദേഷ്യത്തിലാണ് അയാളോട് പെരുമാറുന്നത്. അയാളെ കൊണ്ട് കുറേ പണികൾ എടുപ്പിക്കുന്നുണ്ട്, കുറേ പരീക്ഷിക്കുന്നുണ്ട് അയാളെ. മകളോടുള്ള അയാൾക്ക് എത്ര സ്നേഹമുണ്ട്. കുറച്ച് പണി കൊടുത്താലും കുറച്ച് ബുദ്ധിമുട്ട് വന്നാലും സ്വന്തം മകളെ അയാളെ വിട്ടിട്ട് പോകുമെന്നറിയാൻ വേണ്ടി പ്രോസ്പെറോ അയാളെ ആവശ്യമില്ലാതെ കുറേ ചീത്ത പറയുന്നുണ്ട്, കുറേ വിറകൊക്കെ ചുമപ്പിക്കുന്നുണ്ട്. ഒരു സീനൊക്കെ ഉണ്ട്, ആ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മിറാൻഡയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ സഹിക്കുന്നില്ല. കാരണം ഫെർഡിനൻഡിനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. മിറാൻഡ അയാളോട് വിശ്രമിക്കാനൊക്കെ പറയുന്നൊരു സീനൊക്കെ ആ സിനിമയിൽ നമുക്ക് കാണാം. ആ ഒരു നാടകത്തിൽ നമുക്ക് കാണാം. നമുക്ക് സിനിമയല്ല, നമുക്ക് നാടകമാണല്ലോ ഉള്ളത് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നാടകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെർഡിനൻഡും മിറാൻഡയും തമ്മിൽ ഇഷ്ടത്തിലാവുകയും ഫെർഡിനൻഡിനെ കൊണ്ട് പ്രോസ്പെറോ പണിയെടുപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ആൻറ്റോണിയോ, അലൻസോ, സെബാസ്റ്റ്യൻ, ഗൊൺസാലോ, പിന്നെ നേരത്തെ പറഞ്ഞ 2 കോർട്ട് മെമ്പേഴ്സായിട്ടുള്ള കോർട്ട് മെമ്പേഴ്സിൻ്റെ പേര് ട്രിങ്കുലോ, അതേപോലെ സ്റ്റീഫാനോ, ഇവരൊക്കെ ആ ഒരു സമയത്താണ് വരുന്നത്. പക്ഷേ കരയ്ക്കടിയുന്നത്. പക്ഷേ ഇതിൽ പറയുന്ന ആൻറ്റോണിയോ, അലൻസോ, സെബാസ്റ്റ്യൻ, ഗൊൺസാലോ അവരൊക്കെ ഒരുമിച്ച് കടൽ തീരത്തെത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റീഫാനോയും ട്രിങ്കുലോയും കടലിൻ്റെ അതായത് ഇവരൊക്കെ ഏരിയയിൽ ഇവരൊക്കെ കടലിൻ്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഓരോരോ കടലിൻ്റെ ഭാഗങ്ങളിലല്ല, കടൽ തീരത്ത് ഓരോരോ കടൽ തീരങ്ങളിലാണ്. ദ്വീപ് വലുതാണ്. അപ്പോൾ ആ ദ്വീപിൻ്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ടാണ് അവരെ കൊണ്ടുപോയിട്ട് കരയ്ക്കടിച്ചിരിക്കുന്നത്. അതൊക്കെ ഏരിയയിൽ പ്രോസ്പെറോ പറഞ്ഞതിന് പ്രകാരം ചെയ്യുകയാണ്.
അപ്പോൾ ഈ കപ്പലിലുണ്ടായിരുന്ന സഹായികളായിട്ടുള്ള ആളുകളെയും അതേപോലെ ട്രിങ്കുലോ, ഈ പറയുന്ന സ്റ്റീഫാനോ അവരെയൊക്കെ വേറൊരു സ്ഥലത്തും, ഈ പറയുന്ന ആൻറ്റോണിയോ, അലൻസോ, സെബാസ്റ്റ്യൻ, ഗോൺസാലോ ഇവരെയൊക്കെ വേറൊരു സ്ഥലത്ത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ടാണ് ഇവരൊക്കെ കടൽ തീരത്ത് എത്തിച്ചിരിക്കുന്നത് ഏരിയയിൽ. അപ്പോൾ ഇതിൽ അലൻസോ ഇപ്പോൾ വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അലൻസോൻ്റെ വിചാരം എന്ന് പറയുന്നത് അലൻസോൻ്റെ മകനായിട്ടുള്ള ഫെർഡിനൻഡ് മരിച്ചുപോയി, ഒരു കപ്പലപകടത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അലൻസോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അലൻസോനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല. അലൻസോ കരഞ്ഞുകൊണ്ടതിന് കാരണം ഫെർഡിനൻഡ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രോസ്പെരോയ്ക്കും മിറാൻഡയ്ക്കും മാത്രമേ അറിയുള്ളൂ, അലൻസോയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ അലൻസോ ഇങ്ങനെ സ്വന്തം മകനെ കാണാനില്ല എന്നുള്ള ദുഃഖത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഈ ഒരു കപ്പലപകടം ഒക്കെ കാരണം. അപ്പോൾ ഇവർ കിടന്നുറങ്ങുന്നുണ്ട് അവിടെ. പ്രോസ്പെറോ ഇതെല്ലാം തൻ്റെ മാജിക് വിഷൻ വഴി ഒക്കെ കാണുന്നുണ്ട്, അവിടെയുള്ള ദൂരെ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് പ്രോസ്പെറോ. കൂടെ തന്നെ ഏരിയയിലും ഉണ്ട്. അപ്പോൾ പ്രോസ്പെറോ ഏരിയലിനെ പറഞ്ഞു വിടുകയാണ്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഏരിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയയിൽ ഒരു നേരത്തെ സംഗീതം അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് ഇവരെല്ലാവരും കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോൾ കാണുന്നത് ഏരിയലിനെ കാണില്ല, പക്ഷേ ഒരു ചെറിയൊരു സംഗീതം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഒരു നോക്കുമ്പോൾ കാണുന്നത് ഭക്ഷണമാണ്. കാരണം ഇവർ അത്രയ്ക്ക് വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. ഈ ഒരു കപ്പലപകടത്തിന് ശേഷം ഒട്ടും ഭക്ഷണം കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെടുകയാണ് എല്ലാവരും, കപ്പലിലുള്ള എല്ലാവരും. അപ്പോൾ ഈ മിന്നുന്ന നല്ല തിളങ്ങുന്ന നല്ല രാജകീയമായിട്ടുള്ള പാത്രങ്ങൾ എന്നൊക്കെ പറയാം, അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ഇവർക്ക് പല വിധത്തിൽ പല മണത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഏരിയയിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പക്ഷേ ഇത് കഴിക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഏരിയയിലൊരു കഴുകൻ്റെ രൂപത്തിൽ, ഒരു പരുന്തിൻ്റെ കഴുകൻ്റെ രൂപത്തിൽ വലിയൊരു രൂപം ആണ്, വലിയൊരു പക്ഷിയാണ്. ആ പക്ഷിയുടെ രൂപത്തിൽ വന്ന് ചിറകടിച്ച് കൊത്താൻ വരുന്ന പോലെയൊക്കെ ഇവരിങ്ങനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഈ ഭക്ഷണമൊക്കെ അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ അപ്രത്യക്ഷം കൂടി ആയപ്പോൾ ഇവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ വിശപ്പിൻ്റെ വില അവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലാണ് പ്രോസ്പെറോ നിൽക്കുന്നത്. കാരണം പ്രോസ്പെറോനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. അത്രയും ദിവസം കടലിൽ ഒഴുകി അയാൾ തീരത്തടിഞ്ഞില്ലായിരുന്നെങ്കിൽ പക്ഷേ അയാൾ ഒരുപാട് വിശപ്പ് സഹിച്ചിട്ടുണ്ട്, അയാൾ കുട്ടിയും സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരും സഹിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പ്രോസ്പെറോ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഏരിയയിൽ തൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഏരിയയിൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ചെന്നിട്ട് ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏരിയയിൽ പറയുന്നത്, നിങ്ങൾ സഹോദരനായിട്ടുള്ള പ്രോസ്പെറോയെ നിങ്ങൾ ചതിച്ചു, വഞ്ചിച്ച് അയാളുടെ രാജ്യത്തു നിന്ന് നാട് കടത്തിയത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം അന്ന് ആ കപ്പലിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടതിന് പിന്നെ പ്രോസ്പെറോ മരിച്ചുപോയി, അയാളുടെ ജീവനോടെ ഇല്ല എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ കുട്ടിയും അയാൾ മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏരിയയിൽ പറയുന്നത്, നിങ്ങളിങ്ങനെ നിങ്ങളുടെ സഹോദരനെ ചതിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന നിങ്ങൾക്ക് ഇങ്ങനെയൊരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ഉണ്ടാവാതെ നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾ തീരത്തടിഞ്ഞേനെ അല്ലെങ്കിൽ തീരത്തെത്തിയേനെ എന്ന് നിങ്ങൾ തീരത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ രാജ്യത്തിൽ എത്തിയേനെ എന്ന് ഏരിയയിൽ പറയുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെ ഉള്ളിലൊക്കെ കുറ്റബോധം വരികയാണ്. അപ്പോൾ പിന്നെ ഏരിയയിൽ പറയുന്നത്, മാപ്പ് പറയാൻ പറ്റിയ സമയമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഏരിയയിൽ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പറയുന്ന പ്രോസ്പെറോയെ കണ്ടുമുട്ടി മാപ്പ് പറയണം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഇവർക്ക് വരുന്നുണ്ട്. അതിനിടയിൽ ഇതിൽ ഉള്ള ഈ പറയുന്ന ഗോൺസാലോയും ആൻറ്റോണിയും ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അലൻസോയും കൂടെയുള്ള ഈ പറയുന്ന സെബാസ്റ്റ്യനും ഒക്കെ ഇങ്ങനെ ദുർചിന്തകളൊക്കെ വരുന്നുണ്ട്. ഇവരെ കൊല്ലണം, ഇവരെ കൊന്നു കഴിഞ്ഞാൽ രാജ്യാവകാശം കിട്ടും എന്നൊക്കെ ഇങ്ങനെയുള്ള ദുർചിന്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഏരിയയിൽ ഇവരെ രണ്ടുപേരും എണീപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സീനുകളൊക്കെ കാണാം. അപ്പോൾ ആ ഒരു ദുരവസ്ഥയിലും ഇവരുടെ ഉള്ള അത്യാഗ്രഹം പോകുന്നൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഇവരുടെ തെറ്റ് മനസ്സിലാവുകയും ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതേ സമയത്ത് ദ്വീപിൻ്റെ വേറൊരു സ്ഥലത്ത് കരയ്ക്കടിഞ്ഞിട്ടുള്ള സ്റ്റീഫാനോയും ട്രിങ്കുലോയുമോടും അവരോട് രണ്ടാളോടും ഈ പറയുന്ന കാലിബൻ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോറെക്സിൻ്റെ മകൻ, അവൻ വന്നിട്ട് സംസാരിക്കുന്നില്ല. കാലിബൻ്റെ വിചാരം ഇവരെന്തോ ദൈവങ്ങളാണ് എന്നാണ് കാലിബൻ്റെ വിചാരം. മനുഷ്യരല്ല, എവിടുന്നോ വന്ന ഒരു ദൈവമാണ് ഇവർ എന്നാണ് കാലിബൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് കാലിബൻ ഇവരോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനെ കാലിബനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഓരോരോ വശങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് ഇവരിങ്ങനെ പശ്ചാത്തപിക്കുന്ന കാര്യങ്ങളൊക്കെ ഏരിയയിൽ അറിയുന്നു. ഏരിയയിൽ വരെ അദൃശ്യമായിട്ട് ഇവരെയൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഏരിയയിൽ. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ പശ്ചാത്താപം ബോധം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഏരിയയിൽ ഇത് പ്രോസ്പെരോയോട് പോയി പറയുന്നുണ്ട്. അപ്പോൾ പ്രോസ്പെരോ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവരെ പരീക്ഷിക്കേണ്ട എന്ന് വെച്ചിട്ട് ഏരിയലിനോട് ഇവരെ എല്ലാവരെയും ഗുഹാപരിസരത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രോസ്പെരോ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഏരിയയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് ഇവരെ ഗുഹാമുഖത്തേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇവരെല്ലാവരും. പ്രോസ്പെരോ അത്രയും നാളുകൾക്ക് രാജാവിൻ്റെ വേഷത്തിലുണ്ടായിരുന്ന പ്രോസ്പെരോനെ അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ്റെ വേഷത്തിൽ കണ്ടപ്പോൾ അവർക്ക് ആദ്യം മനസ്സിലാവുന്നില്ലെങ്കിലും പിന്നീട് അവർ പ്രോസ്പെരോയെ മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സീനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രോസ്പെരോ അദ്ദേഹത്തിന് മാപ്പ് ചോദിച്ചാൽ മതിയായിരുന്നു. അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ പ്രോസ്പെരോ എല്ലാം ക്ഷമിക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഒന്നാവുന്നൊരു കാര്യമാണ് കാണിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടു കൂടി വീണ്ടും പഴയ പോലെ എല്ലാവരും അസൂയയും അതേപോലെ അത്യാഗ്രഹമൊക്കെ വെടിഞ്ഞ് സന്തോഷത്തോടു കൂടി ഒന്നാവുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഫെർഡിനൻഡിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്. അലൻസോ എന്ന് പറയുന്ന ഫെർഡിനൻഡിൻ്റെ അച്ഛൻ പറയുന്നു, എൻ്റെ മകൻ ഈ ഒരു കപ്പലപകടത്തിൽ മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദുഃഖിക്കുന്നുണ്ട് അപ്പോഴും. അപ്പോൾ അലൻസോയോട് ഈ പറയുന്ന പ്രോസ്പെരോ പറയുകയാണ്, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ പ്രോസ്പെരോ അലൻസോയെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. അലൻസോയുടെ മുന്നിൽ ഫെർഡിനൻഡിനെ കൊണ്ടുവരുന്നുണ്ട് പ്രോസ്പെരോ. നിങ്ങളുടെ മകൻ മരിച്ചു പോയിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഫെർഡിനൻഡിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഫെർഡിനൻഡിനെ കണ്ട സന്തോഷത്തിൽ അലൻസോയും, അച്ഛൻ മരിച്ചുപോയി എന്നാണ് ഫെർഡിനൻഡ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അലൻസോ മരിച്ചുപോയി എന്ന് ഫെർഡിനൻഡ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ട സന്തോഷത്തിൽ മകനും, മകനെ കണ്ട സന്തോഷത്തിൽ അച്ഛനും വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് ഫെർഡിനൻഡിൻ്റെയും മിറാൻഡയുടെയും കാര്യം പറയണമല്ലോ. അപ്പോൾ പ്രോസ്പെരോ പിന്നീട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നൊരു നല്ലൊരു സമ്മാനം എന്നുള്ള രീതിക്കാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ശേഷം മിറാൻഡയുടെയും ഫെർഡിനൻഡിൻ്റെയും കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അലൻസോ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ ദേവത എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രോസ്പെരോയുടെ മകളാണ് ഇത്, മിറാൻഡയാണ് എന്ന് ഫെർഡിനൻഡ് പറയുന്നു. ദേവതയൊന്നുമല്ല, ഇവളൊരു മനുഷ്യസ്ത്രീയാണ്, ഇത് പ്രോസ്പെരോയുടെ മകളായിട്ടുള്ള മിറാൻഡയാണ് എന്ന് ഫെർഡിനൻഡ് അലൻസോ എന്ന് പറയുന്ന ഫെർഡിനൻഡ് അച്ഛനോട് പറയുന്നു. അങ്ങനെ അവരെ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ കല്യാണം അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുന്നൊക്കെ ഉണ്ട്. അന്ന് രാത്രി പ്രോസ്പെരോ വലിയൊരു വിരുന്ന് അതിഥികൾക്കായിട്ട് സെറ്റ് ചെയ്ത് അവർക്കെല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള കാര്യങ്ങൾ ഇവരെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പ്രോസ്പെരോ പറയുന്നത്, നിങ്ങളുടെ കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ കപ്പൽ ജോലിക്കാരൊക്കെ ദ്വീപിൻ്റെ മറ്റൊരു ഭാഗത്ത് വളരെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എല്ലാവരും ഒരു ഭാഗത്ത് സേഫായിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ കപ്പലിനൊന്നും പറ്റിയിട്ടില്ല, ആ ഒരു കൊടുങ്കാറ്റ് ഞാൻ സൃഷ്ടിച്ചതാണ്, എൻ്റെ ഒരു മാജിക്കിൽ സൃഷ്ടിച്ചതാണ്, അല്ലാതെ വേറൊന്നുമല്ല, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ദ്വീപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് എന്നാണ് പ്രോസ്പെരോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കപ്പലിൽ തന്നെ തിരിച്ചു പോകാം എന്ന് പ്രോസ്പെരോ അവരെ അറിയിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും ആ കപ്പലിൽ തിരിച്ചു പോകുന്നുണ്ട്. അതിനിടയിൽ കാലിബൻ സ്റ്റീഫാനോയും അതേപോലെ ട്രിങ്കിലോയും ദൈവമല്ല എന്നുള്ള സത്യം കാലിബൻ തിരിച്ചറിയുന്നു. അവർ ദൈവങ്ങളൊന്നല്ല മനുഷ്യരാണെന്ന് അറിഞ്ഞപ്പോൾ കാലിബനോട് തന്നെ പുച്ഛം തോന്നുന്ന ഒരു സീനൊക്കെ നമുക്കതിൽ കാണാം. അങ്ങനെ ഇവരെല്ലാവരും തിരിച്ച് ഇറ്റലിയിലേക്ക് മടങ്ങുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ പ്രോസ്പെരോയ്ക്ക് തിരിച്ച് രാജ്യാവകാശം കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ മിലൻ നഗരത്തിൻ്റെ പ്രഭുവായിട്ട് വീണ്ടും പ്രോസ്പെരോയെ തന്നെ നിയമിക്കാൻ ആൻ്റോണിയോ തീരുമാനിക്കുന്നതിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആൻ്റോണിയോ രാജ്യമോഹം അല്ലെങ്കിൽ സ്ഥാനമോഹം കാരണം താൻ ചെയ്ത തെറ്റിന് ക്ഷമക്ക് ചോദിക്കുന്നുണ്ട്. തിരിച്ച് തൻ്റെ ചേട്ടന് തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ അധികാരം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഹാപ്പി ആയിട്ട് ഇറ്റലിയിലേക്ക് തിരിച്ചു പോകുന്നു. അതിൻ്റെ ഇടയിൽ പ്രോസ്പെരോ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഒന്നാമത് അവിടെ ചെന്ന ഉടനെ തന്നെ ഫെർഡിനൻഡിൻ്റെയും മിറാൻഡയുടെയും വിവാഹം നടത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. 2, തനിക്കിനി എപ്പോഴെങ്കിലും രാജ്യാവകാശം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാജ്യാവകാശം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും തൻ്റെ മാന്ത്രിക പുസ്തകങ്ങളിലേക്ക് ഇനി തിരിച്ചു പോകില്ല എന്ന് പ്രോസ്പെരോ തീരുമാനിക്കുന്നുണ്ട്. കാരണം ആ ഒരു മാന്ത്രിക പുസ്തകങ്ങൾ കാരണമാണ് തനിക്ക് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് പ്രോസ്പെരോ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഒരു രാജ്യത്തെ രാജാവായിരിക്കുമ്പോൾ രാജ്യത്തുള്ള ജനങ്ങളെ സേവിക്കണം എന്നുള്ള കാര്യവും പ്രോസ്പെരോ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്.
അങ്ങനെ പ്രോസ്പെറോ പിന്നൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഏരിയലിനോട് പ്രോസ്പെറോ ഒരു വാക്ക് പറഞ്ഞിരുന്നു, നീ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയാണെങ്കിൽ നിന്നെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഏരിയയിൽ ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഏരിയയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എന്നെ മോചിപ്പിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രോസ്പെറോ ദേഷ്യപ്പെടുന്നുണ്ട് ഏരിയലിനോട്, എനിക്കൊരു അത്യാവശ്യ കാര്യം കൂടി ഉണ്ട്. എന്താണ് എന്നെ മോചിപ്പിക്കാത്തതെന്ന് ഏരിയയിൽ ചോദിക്കുമ്പോൾ പ്രോസ്പെറോ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അതുകൂടി കഴിഞ്ഞ് നിന്നെ ഞാൻ മോചിപ്പിക്കും, നിന്നെ മോചിപ്പിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രോസ്പെറോ ചെറുതായിട്ടൊക്കെ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏരിയയിൽ ഇതിന് ക്ഷമയൊക്കെ ചോദിച്ച് ഏരിയയിൽ തൻ്റെ ഡ്യൂട്ടീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും നിൻ്റെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അന്ന് പ്രോസ്പെറോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏരിയയിൽ ഉറപ്പായിട്ട് നിന്നെ മോചിപ്പിക്കും ഏരിയൽ എന്ന് അന്ന് പ്രോസ്പെറോ വാഗ്ദാനം കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദ്വീപിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഏരിയലിനെ പ്രോസ്പെറോ മോചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മാന്ത്രിക ബുക്ക് ഒരിക്കലും എടുക്കില്ല, അതേപോലെ ഫെർഡിനൻഡിൻ്റെയും മിറാൻഡയുടെയും വിവാഹം, അതേപോലെ ഏരിയലിനെ മോചിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടാണ് പ്രോസ്പെറോ ആ ഒരു ദ്വീപിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഈ ഒരു ടെമ്പസ്റ്റിൻ്റെ മൊത്തം സമ്മറി, നാടകത്തിൻ്റെ മൊത്തം സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ്, അതേപോലുള്ള ഇതിൻ്റെ സംഭവങ്ങൾ ഒക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇത്രയും കഥാസന്ദർഭങ്ങളിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. പിന്നീട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇറ്റലിയിലേക്ക് തിരിച്ചു പോകുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു നാടകം അവസാനിക്കുകയാണ്. ടെമ്പസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെമ്പസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ടെമ്പസ്റ്റ് ഈസ് വൺ ഓഫ് ദ ലാസ്റ്റ് പ്ലേസ്. അതൊരു ടെമ്പസ്റ്റിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടെമ്പസ്റ്റ് ആണ് ഷേക്സ്പിയറിൻ്റെ ലാസ്റ്റ് പ്ലേ. അദ്ദേഹം എഴുതിയിട്ടുള്ള ലാസ്റ്റ് പ്ലേ ആണ് ടെമ്പസ്റ്റ്. ഷേക്സ്പിയർ റോട്ട് ടെമ്പസ്റ്റ് ഈസ് വൺ ഓഫ് ദ ലാസ്റ്റ് പ്ലേസ് ഷേക്സ്പിയർ റോട്ട്. ഇത് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 1611 അദ്ദേഹം മരിച്ചത് 1616 1611 ഇത് ഈ ഒരു ടെമ്പസ്റ്റ് എന്ന് പറയുന്ന പ്ലേ റിലീസ് ചെയ്തു. ഹി ഡൈഡ് ഇൻ 1616. ഒരു 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്ലേ എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ടെമ്പസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, ടെമ്പസ്റ്റിൻ്റെ സമ്മറി. ഇതിൽ ആക്ട് 5 ആണ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്.